ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ചുള്ളിക്കമ്പുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ചെടികളൊക്കെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കുന്ന ചുള്ളിക്കമ്പ് മതിയാവും. അല്ലെങ്കിൽ കുറച്ച് വലിയ മരത്തിൽ നിന്ന് എടുക്കുമ്പോൾ കുറച്ച് കട്ടി കുറഞ്ഞ ചുള്ളിക്കമ്പ് എടുക്കാൻ നോക്കാം. ഇപ്പം നമുക്കിത് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ബുഷായിട്ട് നിൽക്കുന്ന ചെടികളുണ്ട്, പൂ പിടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒടിച്ചപ്പോൾ നല്ല ഭംഗി തോന്നിയ കുറച്ച് ഭാഗങ്ങൾ ഒടിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ തൊലിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നുമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ചുള്ളിക്കമ്പ്. അപ്പോൾ ഇത് കുറച്ച് ഭംഗി തോന്നുന്ന സ്റ്റെമ്മിൽ നിൽക്കുന്ന കുറച്ച് തണ്ടുകളൊക്കെ ഉള്ള ചുള്ളിക്കമ്പാണ്. അപ്പോൾ ഒരു 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ കട്ടി കുറഞ്ഞ ഭാഗങ്ങളൊക്കെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് കളയാണ്. ഇതേ കണ്ടോ, ഇതാണ് ശരിക്കും ഈ ഒരു ചുള്ളിക്കമ്പ്. ഇതിൻ്റെ ഈ കട്ടി കുറഞ്ഞ ഭാഗങ്ങൾ കത്രി കൊണ്ട് കട്ട് ചെയ്ത് കളയാം നമുക്ക്. ഇതുപോലെ കത്രി കൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അത്ര കട്ടിയില്ലാത്ത ഭാഗങ്ങളാണ്. അപ്പോൾ കുറച്ച് ബുഷായിട്ട് നിൽക്കുന്ന രീതിയിൽ അത് കട്ട് ചെയ്ത് ഭംഗിക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് നിർത്തണം. അപ്പോൾ ഒരു 3 എണ്ണം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. 3ഉം ഒരേ രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു കട്ടി കുറഞ്ഞ ഭാഗമൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ചുള്ളിക്കമ്പ് ഇതുപോലെ കട്ടറോ അല്ലെങ്കിൽ കത്തിയോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചീകി അതിൻ്റെ ആ ഒരു തൊലിപ്പുറം എല്ലാം കളയണം. അപ്പോൾ ഒരു വൈറ്റ് കളറിനല്ല, ആ ഒരു വുഡിൻ്റെ ഒരു കളറ് കിട്ടും. ഇതുപോലെ ഇത് ശരിക്കും കിട്ടും. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പെയിൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയാണ്. കാരണം തൊലി ഉണ്ടെങ്കിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കും, അപ്പോൾ ഒരു നല്ല ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് നന്നായിട്ട് ചീകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചീകുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഫുള്ളും ചീകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് യെല്ലോ കളറിൽ പെയിൻറ്റ് കൊടുക്കുകയാണ് ഫുള്ളും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു പോർഷൻ ആ തൊലിപ്പുറം കളയുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങോടെ പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് മഞ്ഞ കളർ കൊടുക്കാൻ പോവാണ്. മഞ്ഞയ്ക്ക് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറും കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. പക്ഷേ മഞ്ഞയാണെങ്കിൽ കുറച്ച് എടുത്ത് അറിയും കേട്ടോ, ചുള്ളിക്കമ്പിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ഫുള്ളായിട്ട് കൊടുത്തു. നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയും എടുത്തിട്ടുണ്ട്. വെയിലത്ത് വെച്ച് ഉണക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങോടെ കിട്ടും, നല്ല ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ പൂപ്പലൊന്നും വരില്ല. നല്ല വാർണിഷും കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലോണം ഇരുന്നോളും. അപ്പോൾ നമ്മൾ ആ ഫുള്ളായിട്ട് മഞ്ഞ കളർ കൊടുത്തു. ഇപ്പോൾ ഈ മഞ്ഞ കളർ കൊടുത്താൽ തന്നെ നമുക്ക് ഭംഗിയായിട്ട് ഇരുന്നോളൂ. ഒരു കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഹാങ് ചെയ്ത് കഴിഞ്ഞാലോ തന്നെ ഭംഗിയാണ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഭംഗി കൂട്ടാനായിട്ട് നമ്മളിന്ന് ചെയ്യുന്നത് കുറച്ച് മുത്തുകൾ വെക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പോപ്കോൺസ് വെക്കാം, എന്ത് വേണമെങ്കിൽ ഫ്ലവേഴ്സ് വെക്കാം, ലീവ്സ് വെക്കാം, ആർട്ടിഫിഷ്യൽ ലീഫ് ഉണ്ടെങ്കിൽ അത് വെക്കാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് വെക്കാം കേട്ടോ. ഭംഗിയാക്കാൻ നിങ്ങൾക്ക് എന്താ പറ്റണേ അതൊക്കെ ചെയ്യാം. എന്തായാലും ഈ മഞ്ഞ കളറായിട്ട് വെക്കുകയാണെങ്കിൽ അതും ഭംഗിയാണ്. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ കളറിൽ മുത്തുകൾ വെക്കാമെന്ന് വിചാരിച്ചു. അത് ക്രിസ്റ്റൽ ആവാം, ഇല്ലെങ്കിൽ നമ്മുടെ മാലയുടെ മുത്തുകളില്ലേ അതായാലും മതിയാവും. അപ്പം ഞാൻ ഇങ്ങനെ ഒരു കൂടി നിൽക്കുന്ന ഭാഗമില്ലേ, അപ്പം ഞാനിവിടെ ഒരു കൂടി നിൽക്കുന്ന ഭാഗത്തെല്ലാം ഒരു 3 എണ്ണം 2 എണ്ണം ഒക്കെ കൂട്ടി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരെണ്ണമായിട്ട് വെക്കുന്നുണ്ട്. കാരണം ആ ഒരു നമുക്ക് ആ ചില്ല് വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ഒരു പോർഷൻ രണ്ടും കൂടെ ജോയിൻ ചെയ്യണ ആ ഭാഗത്തെല്ലാം ഞാൻ 2 എണ്ണം 3 എണ്ണം വെച്ചിട്ട് ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് ഫെവിബോണ്ട് എന്തെങ്കിലും നല്ല കട്ടിയുള്ള എന്തെങ്കിലും ഗ്ലൂ വെച്ചിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. ഫെവിക്കോളിൽ പറ്റില്ല, അത്ര പെട്ടെന്ന് നിൽക്കില്ല, കുറച്ച് സമയം എടുക്കും. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ സ്റ്റിക്കിംഗ് ഒക്കെ എപ്പോഴും ഗ്ലൂ ഗൺ ആയിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഫുള്ളും ഗ്രീൻ കളറിലെ മുത്തുകൾ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ആ ഒരു യെല്ലോ കളറിന് ഗ്രീൻ കളർ അടിപൊളിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഏത് കളറും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കുപ്പി നേരത്തെ ഇത് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ നമ്മൾ പെയിൻറ്റ് ഒഴിച്ചിട്ട് ചെയ്ത ഒരു കുപ്പിയാണ്. അപ്പോൾ അതും നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഒരുപാട് പേര് സംശയം ചോദിച്ചു അത് ഇരിക്കുന്നില്ല എന്നുള്ളത്. കാരണം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന എല്ലാം അതുപോലെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഈ ഒരു ചില്ലകൾ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ചുള്ളിക്കമ്പ് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്യുക. എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.